വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ബസ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് ഒരു ഗ്രാമം. പാലക്കാട് വാണിയംകുളം കിഴക്കേ ത്രാങ്ങാലിൽ ആണ് ജനങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമായത്. ഒറ്റപ്പാലത്ത് നിന്ന് ബസ് സർവീസ് ആരംഭിച്ചു. ബസ്സിന് നാട്ടുകാർ വൻ സ്വീകരണമാണ് ഒരുക്കിയത്. ഇരുന്നൂറിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന കിഴക്കേ ത്രാങ്ങാലിയിൽ യാത്രാ ദുരിതം രൂക്ഷമായിരുന്നു. ബസ് കിട്ടണമെങ്കിൽ 1.5 കിലോമീറ്റർ നടക്കണം, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ മാത്രം ആശ്രയം. സ്കൂൾ വിദ്യാർത്ഥികളും സ്വന്തമായി വാഹനമില്ലാത്തവരുമാണ് ഏറെ വലഞ്ഞത്. പുതിയ ബസ് സർവീസ് വലിയ ആശ്വാസം. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീജ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പുഷ്പവൃഷ്ടിയോടെയാണ് നാട്ടുകാർ ബസ്സിനെ സ്വീകരിച്ചത്. മധുരം വിതരണം ചെയ്ത് സന്തോഷം പങ്കുവച്ചു. നമ്മുടെ കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഇതുപോലത്തെ ഒരു ബസ് റൂട്ട് കാര്യങ്ങൾ. കാരണം ഇവിടുത്തെ ഇങ്ങോട്ട് എത്തിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം ലോങ് ആണ് ഉള്ള ടൗണിൽ നിന്ന്. പിന്നെ ബസ് സൗകര്യം ഉണ്ടെച്ചാലും നമ്മളതൊരു 1.5 കിലോമീറ്റർ നടന്നിട്ട് പോയിട്ട് വേണം ബസ് കയറാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു ബസ് റൂട്ട് നമുക്ക് സാങ്ഷൻ ആയാലും അതേപോലെ അതിൻ്റെ പിന്നിൽ കുറേ ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം എന്താ വെച്ചാൽ വലിയൊരു ഉപകാരമായി, വളരെയേറെ സൗകര്യപ്രദമായി. ഇതിന് മുന്നേ ഉള്ള ഒരു തലമുറ ഉണ്ടായിരുന്നു. അവരോടൊക്കെ ചോദിച്ചാലാണ് ഈ ഒരു ബസ് റൂട്ട്, ഒരു വാഹനം വരാത്ത ഒരു ഏരിയനെ കുറിച്ച് അവരോടൊക്കെ ചോദിച്ചാൽ ഇപ്പോഴും അവർ ആ സങ്കടം തീർത്താ തീരില്ല. അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു ബസ് വന്നു. ഇത് നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. മുൻ വാർഡ് മെമ്പർ ഡി ശങ്കരനാരായണൻ ഷൊർണൂർ MLA-യുടെ ജനകീയ സദസ്സിൽ പ്രശ്നം അവതരിപ്പിച്ചതോടെയാണ് പരിഹാരത്തിന് വഴി തുറന്നത്. വിഷയം ഗൗരവമായി എടുത്ത MLA-യുടെ ഇടപെടലിനൊടുവിലാണ് പെർമിറ്റ് യാഥാർത്ഥ്യമായത്. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.